മെസ്സിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മെസ്സി ഇട്ട ഒരു പോസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, ബെക്കാം, അഗ്യൂറോ, ഡിമറിയ, എൻസോ, റൊമേറോ, പെരഡസ്, അഡിഡാസ്, ഇന്റർ മിയാമി, ബാഴ്സലോണ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, കോൺമബോൾ തുടങ്ങിയ ഒരുപാട് ലോകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ടീമുകളും സംഘടനകളും ശരിക്കും മെസ്സിൻ്റെ ആ പോസ്റ്റിന് താഴത്ത് ആശ്വാസവാക്കുകളായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് നിനക്കും നിൻ്റെ പ്രിയപ്പെട്ടവർക്കും വലിയൊരു ആലിംഗനം. ലിയോ, ശക്തനായിരിക്കുക. ഇതാണ് റൊണാൾഡോൻ്റെ കമൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക്. അച്ഛൻ പോയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മെസ്സി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ആ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് ഈ വാക്കുകളിലൂടെയാണ്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് വേദനിപ്പിച്ച വേറൊരു വരിയുണ്ട്. അത് ഓരോ മത്സരം കഴിഞ്ഞപ്പോഴും അച്ഛൻ്റെ സന്ദേശത്തിനായി ഞാൻ കാത്തിരുന്നു. ആ സന്ദേശം വരാതായപ്പോഴാണ് സ്ഥിതി എത്ര മോശമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കേട്ടോ. അതേപോലെ തന്നെ തൻ്റെ അവസാന ലോപ്പ് കളിക്കണമെന്ന് നിർബന്ധിച്ച അച്ഛനായിരുന്നു. ഫൈനലിലെത്തിയിട്ട് കിരീടം നേടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് മെസ്സി ആഗ്രഹിച്ചു. പക്ഷേ ശരീരത്തിനും മനസ്സിനും അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അച്ഛൻ എനിക്ക് ഒരേ സമയം പിതാവും സുഹൃത്തും പ്രതിനിധിയുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും? അത് ഇമ്മാതിരി പ്രഷറിൽ ഉള്ളൊരു വേൾഡ് കപ്പ് കളി, അച്ഛനോട് ക്യാൻസറായിട്ട് ഇമ്മാതിരി എമർജൻസി സിറ്റുവേഷനിൽ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് മെസ്സി ഇങ്ങനെ ഈ പ്രഷറിൽ ഇമ്മാതിരി പെർഫോമൻസ് എടുത്തത്. ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റലാണെന്ന് അറിയെങ്കിലും ഇത്ര ഒരു സീരിയസ് ആണെന്നുള്ള സംഭവമൊന്നും നമുക്ക് ആർക്കും ന്യൂസായിട്ടൊന്നും കിട്ടിയില്ല. കളിക്കളത്തിൽ എത്ര വലിയ എതിരാളികളായാലും ചില വേദനകളുടെ മുന്നിൽ ഫുട്ബോൾ ലോകം എന്നും ഒന്നാണ്.